ഞായറാഴ്ച അന്നമ്മയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ നാളെയാണ് ബർത്ത്ഡേ. പക്ഷേ ഇന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകണം. കാരണം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഞങ്ങൾ ചെയ്യണില്ല. അപ്പോൾ അയാൾക്ക് ഒരു ഡ്രസ്സ് അത്രേ ഉള്ളൂ പ്ലാനിങ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ 3 വീടിക പോവുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് അമ്മേനൊക്കെ കണ്ടപ്പോൾ അവരായിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റോഡ് എത്തിയപ്പോൾ ഒരു കാലുവണ്ടി പോലും ഇല്ല. അപ്പോൾ പിന്നെ സ്റ്റാൻഡിലേക്ക് ചെന്നു. സ്റ്റാൻഡിലും ഇല്ല വണ്ടി. ഉള്ള വെയിലും ഒക്കെ കൊണ്ട് കുറേ നേരം നിന്നു. 11 മണിക്ക് ചെന്ന് ഞങ്ങൾ 11:30 ആയപ്പോൾ ഓട്ടോ കിട്ടിയ കേട്ടോ. അപ്പോൾ ഓട്ടോ കയറിയിരുന്നത് ആ 3 പീടിക ഓറഞ്ച് കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറി ചെന്നപ്പോഴത്തേനും റെഡ് കളർ ഉടുപ്പ്, അതും ഞങ്ങൾ നമുക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തപ്പെട്ട സെയിം ഉടുപ്പാണ്. അത് എടുത്തിട്ട് പിന്നെ അതിലിട്ടിട്ടും കൂടി ഇല്ല, ചൂടെടുക്കണമായിരുന്നു. അപ്പോൾ അതും പറഞ്ഞിരുന്നത് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി സെക്കൻഡ് ഫ്ലോറിലാണ് കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോർ എത്തി. ഞങ്ങളിവിടെ ഡെയിലി കസ്റ്റമറാണ് കേട്ടോ ഓറഞ്ച്. ഞങ്ങൾ വലിയ പരിചയമാണ് അറിയാം. അപ്പോൾ കുഞ്ഞാവനോട് ഓരോന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേനും ഒരു വയലറ്റ് കളർ ഉടുപ്പ് ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അത് ഇട്ട് നോക്കിയാണ്. അപ്പോൾ വലുതാണോ ചെറുതാണോ എന്നൊരു ഡൗട്ടാണ്. അന്നമ്മനെ കൊണ്ടുപോയാൽ ഇട്ട് നോക്കാമല്ലോ എന്ന് ചേച്ചി പറഞ്ഞാൽ അത് എന്തായാലും കാര്യമുള്ളതെന്നും പറഞ്ഞിട്ട് ഇട്ട് നോക്കിയാണ് കേട്ടോ. കറക്റ്റാണല്ലേ? ഇത് കറക്റ്റാണ്. അപ്പം ഞങ്ങൾ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് അടിയൊക്കെ നോക്കുകയാണ് ഭംഗിയുണ്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞ് ആൻറ്റി കണ്ണാടി കൊണ്ട് കാണിച്ചു തരാൻ മോൾക്കെന്നും പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ കണ്ണാടി കണ്ടുകൊണ്ടിട്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കണ്ടോ ഉടുപ്പൊക്കെ വിരിച്ചിട്ട് നോക്കണം. അപ്പോൾ ആൾക്ക് ഇഷ്ടമായി കേട്ടോ. ചേട്ടനും അനിയത്തി പിന്നെ എവിടെ ചെന്നാലും ഒരു നേരം വെറുതെ ഇരിക്കൂല, എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അത് 2 സ്റ്റൂളിൽ കയറി ഇരിക്കുന്നുണ്ട് 2. അപ്പോൾ വാവടി ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഓറഞ്ചിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉടുപ്പ് മാത്രമല്ല, ഒരു പട്ടുപാവയുടെ മെറ്റീരിയലും കൂടി എടുത്ത്. കാരണം നമ്മളമ്പലത്തിൽ ഉത്സവമാണ് മാർച്ച് 5-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് അയാൾക്കൊരു പട്ടുപാവയുടെ തുണിയും കൂടി എടുത്ത് നേരെ ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ കയറി കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ക്ഷീണം കയറി. അപ്പോൾ ഷേക്ക് കടയിൽ കയറിയിട്ട് 2 ബട്ടർ സ്കോച്ചും പറഞ്ഞ് അനുവാവക്ക് ഒരു സ്ട്രോബെറിയുടെ ഷേക്കും പറഞ്ഞു കേട്ടോ. എന്ത് ഷേക്കാണ് അപ്പോൾ അകത്ത് ചെന്ന് ഞങ്ങൾ പുറത്തിരുന്നപ്പോൾ ഒരു നാണക്കേട്, നിറച്ചും വണ്ടികളൊക്കെ അല്ലോ റോട്ടിൽ. അപ്പോൾ കാരണം അകത്ത് ചെന്നിരുന്ന് ഞങ്ങളെ ബട്ടർ സ്കോച്ച് വന്നപ്പോഴത്തേന് അനുവിന് ഭയങ്കര ആക്രാന്തായി. കുറച്ച് തായോ മാമി എന്നും പറഞ്ഞിട്ട് അയാൾ കുറേ കുടിച്ചത് നിന്ന് കുഞ്ഞാവക്ക് ഇത്തിരി കൊടുത്ത്. കുഞ്ഞാവക്ക് കൊടുക്കാൻ പേടിയായിട്ടാണ് കേട്ടോ. ഇത്തിരി കൊടുത്തോളൂ, കാരണം കപക്കെട്ടാണ് ആൾക്ക്. അപ്പോൾ അനുവാവയുടെ സ്ട്രോബെറിയും വന്ന് ആയി. അനുവാവക്ക് ഒരു സമാധാനം ഇല്ല. ആദ്യം കൊണ്ടുവന്നത് ഞങ്ങളുടെ ഷേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുടിച്ച് ഇതും കൂടെ കൊണ്ടുവന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ലാണ്ടിരിക്കുകയാണ് ആൾ. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ. മൂന്നുടിയെ തന്നെയുള്ള കാർത്തിക് സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. അപ്പോൾ വീട്ടു സാധനങ്ങളൊക്കെ ആവശ്യത്തിന് മേടിച്ച് 1 മാസത്തിനുള്ളതായിട്ട് ഞങ്ങൾ മേടിക്കുള്ളൂ. എപ്പോഴെപ്പോഴും വരാനായിട്ട് നമ്മുടെ വീട് കയ്പമംഗലത്താണ്. ഒരു 70 ഉറുപ്പിക ഓട്ടോ ഓടിയാലും 3 എന്നാലും ആഴ്ചയിൽ വരണ്ടല്ലോ. അപ്പോൾ 1 മാസത്തിനുള്ള സാധനങ്ങൾ മേടിച്ചിടും. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിന് ബില്ലടിക്കാനായിട്ട് ഓരോ സാധനങ്ങളും പിന്നെ ഓരോന്നും കാണൂല. കാരണം അന്നമ്മ അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും പിന്നാലെ വന്നിട്ട്. അപ്പോൾ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നേരെ തിരിച്ചിട്ട് പച്ചക്കറി കടയിലേക്ക് പോവുകയാണ്. അവിടെ അടുത്ത് തന്നെ കാർത്തിക് സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് കിഴക്കേപ്പുറം തന്നെയാണ് നമ്മുടെ വെജിറ്റബിൾസ് കട, പച്ചക്കറി കട. അപ്പോൾ അവിടെ ഇങ്ങനെ കിറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞൊക്കെ സബോളയും ഇതൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നിർത്താലോ മോളേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എടുക്കേണ്ട. അതിന് അവിടുത്തെ ജോലിക്കാരായിട്ട് എൻ്റെ 2 മക്കൾ കയറി ഇരുന്നിട്ടുണ്ട് ആദ്യം തന്നെ ഓരോന്നും പറഞ്ഞെടുത്ത് തരാനായിട്ട്. അപ്പം ചെറിയുള്ളിയും സബോളയും ഒക്കെ ആയിട്ട് അനുവിനെ കൊണ്ട് തന്നെ ഇടിപ്പിക്കുന്നത് തക്കാളിയൊക്കെ. അന്നമ്മേ അതെടുത്ത് അത് തിന്നാൻ പാടില്ലോടെ കന്നു അവിടെ നിന്ന് വാങ്ങിച്ചു. നല്ല അത് ചവിട്ടെടുക്കല്ലേ പിടിച്ചേ. മതി. അപ്പോൾ ബില്ലടിക്കണ നേരത്ത് ഞാൻ നോക്കുമ്പോൾ ബില്ലടിക്കണ സെക്ഷൻ്റെ അടുത്തുണ്ട് ബജ്ജി മുളക് ഇരിക്കണം. അപ്പോൾ എടുക്കേണ്ടപ്പോൾ അമ്മ പറഞ്ഞ മോളെ അത് അവിടെ തന്നെ വെച്ചോ എന്നാണ്. അപ്പോൾ അവിടെ തന്നെ വെച്ചപ്പോൾ അങ്ങനെ നേരെ നമ്മൾ ഫ്രൂട്ട്സ് കടയിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് പഴവും
പിന്നെ പേരയ്ക്ക, കുമട്ടിങ്ങ, പൈനാപ്പിൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും മേടിച്ച് പോന്നു. അതിൻ്റെ അടുത്തുണ്ട് ഒരാളുണ്ട് സ്ട്രോബെറി പൊട്ടിച്ചു. അപ്പം അവിടെ ചെയ്തിട്ട് വേഗം വെച്ച്, കാരണം സ്ട്രോബെറി മേടിക്കാനുള്ള സംഭവം നമ്മുടെ കയ്യിലില്ല ഗൈസ്. ഓരോ പൈനാപ്പിളും പൊക്കുമ്പോൾ അടിഭാഗം ഭയങ്കര ചീച്ചിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടിയെന്ന് പറഞ്ഞ് എടുക്കാൻ നോക്കിയപ്പോൾ എല്ലാം കൂടെ തട്ടി മറിഞ്ഞ് വീഴില്ലേ. അപ്പോൾ ഇത്തിരി പച്ച നോക്കിയിട്ട് അങ്ങനെ എടുത്തു കിട്ടാം. എന്നാലും അതിൻ്റെ അടിഭാഗത്തുണ്ട് ചെറുതായിട്ടൊരു കറുത്ത കളർ. പിന്നെ ഒരു ചെറിയൊരു കുമ്മട്ടിങ് എടുത്തു. വലിപ്പമുള്ളതൊന്നും വെച്ചില്ല, കാരണം ഞങ്ങൾക്ക് ചെറുത് മതി, പറഞ്ഞ് ചെറുതെടുത്തു. അപ്പോൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് നേരിട്ട് ഞങ്ങൾ ATM-ൽ പോയിട്ട് ATM-ൽ നിന്ന് പൈസ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ATM-ൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളുടെ ഓട്ടോയ്ക്ക് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വീടെത്തി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ഓട്ടോക്കാരൻ പോയി. ഇനിയാണ് മക്കളെ പണി. ഈ ഉള്ള സാധനങ്ങളൊക്കെ ഇനി അടുക്കി പെറുക്കി വെക്കണ്ടേ. അത് ഞാൻ വേറൊരു വീഡിയോ കാണിക്കട്ടെ. ടാറ്റാ.